ഓയിൽ സ്റ്റാർ വാട്ടർ ടെക്നോളജീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം ഇറിഗേഷനിലാണ് കുറച്ച് കൂടുതലായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ബാക്കി വർക്കുകൾ വരുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇറിഗേഷനാണ് ഇപ്പോൾ നമുക്ക് ഓൾറെഡി എല്ലായിടത്തും ഓൾ കേരള നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ. ഇപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പാലായിലാണ് കേട്ടോ. പാലായിൽ വള്ളിച്ചിറ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മുടെ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഇറിഗേഷൻസ് ഫെയിലിയർ ആവുന്ന ഒരുപാട് കണ്ടീഷൻസ് പല സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ഒരു എക്സാമ്പിളും കൂടാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഇവിടെ ഓൾറെഡി ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്, ഓട്ടോമേഷനും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് മെയിൻ്റനൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതെല്ലാം കണക്ഷൻ എല്ലാം പോയി എല്ലാം ഇതായിട്ട് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ആ സ്ഥലത്തോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ വീട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ ഓൾറെഡി അവർ പോപ്പുകളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ആ സ്പ്രിംഗ്ലറുകളുടെ എല്ലാം ഹെഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ ഇവിടെ 100ൻ്റെ പാനലാണ് വെച്ചിരിക്കുന്നത്. ആ പാനലിന് കുറച്ച് വർക്കുണ്ട്. അപ്പം അത് സോളാറിൻ്റെ ലൈനിലേക്ക് മാറ്റണം. പിന്നെ സോളിനോട് വാൽസ് എല്ലാം കുളമായിട്ട് കിടക്കുവാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ എല്ലാം ചേഞ്ച് ചെയ്യണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പരിപാടി ഒന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി കിഡ്ലം വീഡിയോസൊക്കെ വരുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ നമുക്ക് വലിയ പ്രോജക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൈൻ ഇറിഗേഷൻ്റെ സോളിനോട് വാൽസിലേക്ക് പോകുന്നത്. അതിങ്ങനെ ഒരു ബോക്സിലാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. എല്ലാം മണ്ണ് മൂടി കിടക്കുമായിരുന്നു. ഇത് നമ്മളിപ്പോൾ എല്ലാം അഴിച്ച് കണക്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. ഒരെണ്ണം ഓക്കെയാണ്. ഒന്ന് കിട്ടി. ഒരെണ്ണം ഓക്കെ. ഇതൊന്നല്ലേ? അടുത്ത ഓട്, രണ്ടോട് എങ്ങോട്ടാ ഇറക്കി ഏൽപ്പിക്കണമല്ലോ. ഇറക്കി ഏൽപ്പിക്കാനല്ലേ വന്നേക്കുന്നത്. അപ്പോൾ അതേ ഓരോന്ന് ചെക്ക് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുവാണ്. പാലക്കാടും ആലപ്പുഴയിലും മാത്രമല്ല കേട്ടോ നെൽപ്പാടങ്ങളുള്ളത്. ഇവിടെയും നല്ല അടിപൊളി നെൽപ്പാടങ്ങളുണ്ട്. കോട്ടയം പാലായിലാണ് കേട്ടോ. വള്ളിച്ചിറ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ അതേ ഇതാണ് നമ്മുടെ ഇറിഗേഷൻ്റെ കിണർ. ഈ കിണറ്റിൽ നിന്നാണ് ഇറിഗേഷൻ പമ്പ് ചെയ്യുന്നത്. അതിനൊരു സ്ക്രീൻ ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ, കണ്ടില്ലേ? ഇനിയിപ്പോൾ നമുക്കിത് ഓണാക്കി നോക്കിയിട്ട് വേണം ബാക്കി എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാൻ. ഇവിടെ പാനലിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 100ൻ്റെ പാനലാണ് കേട്ടോ. സാധനമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഇതെല്ലാം ഒന്ന് കൊടുത്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. പിന്നെ സ്പ്രിംഗ്ലറൊക്കെ ഉണ്ട് കുറച്ച്. അതിൻ്റെ ഹെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതാണ് പരിപാടി. പഴയ ടൈപ്പ് സ്പ്രിംഗ്ലേഴ്സാണ് എല്ലാം വെച്ചിരിക്കുന്നത്. അത് നോക്കാം നമുക്ക്. അല്ലേ ഇവിടെ വെച്ചിട്ടുണ്ട്. റെയിൻബേഡിൻ്റെ തന്നെ പോപ്പപ്പാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് നടക്കുന്നില്ലേ പുതിയത് ചെയ്യണം കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടത് ആ പഴയ പോപ്പും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇനി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം വർക്കാവാത്തൊക്കെ നമുക്ക് മാറണം. ഇതിപ്പം എത്ര പാനാന്ന് അറിയത്തില്ല. 360യും 10 പാനും ഒക്കെ ഉണ്ട്. എല്ലാം ഓണാക്കിയാലേ അറിയത്തുള്ളൂ. പിന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. ഇവിടെ ഈ ചൂടായതുകൊണ്ടേ ഈ കല്ല് നനയാൻ വേണ്ടിയിട്ടൊക്കെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കല്ല് നനയാനാണ്. പിന്നെ ഇത് ആ ഒരു ഏരിയയിലൊരു സാധനമുണ്ട്, കാണിച്ചു തരാം. ബാ, കല്ല് നനയാൻ വരാൻ വേണ്ടി ഇവിടെ പോപ്പപ്പ് കറക്റ്റ് ചെയ്ത് വെച്ച് വെക്കും. ഇതൊക്കെ വർക്കിംഗ് ആണോ എന്ന് ആർക്കറിയാം. ഫുള്ള് ചെക്ക് ചെയ്യണം. ഇന്ന് നൈറ്റ് എന്ത് വ്ളോഗാണ് വരാൻ വേണം? നൈറ്റ് നമ്മൾ തെങ്കാശിക്ക് പോവുക ട്രെയിനിങ്. അത് അടുത്ത വ്ളോഗിൽ വരും അല്ലേ? മറ്റേ അവര് പിടിക്കാതിരുന്ന തെങ്കാശിയിലില്ലടാ അവര്. ചെറിയ പിടിക്കാൻ ചക്കുളത്തമ്പലത്തിലുണ്ട്. അർദ്ധനാരീശ്വരന്മാരല്ലേ. ഇതുമെല്ലാം നനയാൻ വേണ്ടിയിട്ടുള്ള റെയിൻബേഡിൻ്റെ സാധനങ്ങളാണ് എല്ലാം വെച്ചേക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെ വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് ഓണാക്കി തന്നെ അറിയാം. അവിടെ ചെയ്യുമ്പോൾ ഉള്ള ഉറുമ്പൊക്കെ വരിക. അവിടെ ഇപ്പോൾ അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് കണക്ട് ചെയ്തിട്ട് നോക്കാമെന്ന് ഓടിച്ച്. ഇതൊരു 2-3 വർഷം 5 വർഷം അടുത്തായി കാണുമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഉറുമ്പ് കൂട് വെച്ച് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. പാനലിൽ കുറച്ച് റിപ്പയർ പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ സെക്ഷൻ നമ്മൾ ഓണാക്കി നോക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, വർക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മുടെ ഈ റിലേ കംപ്ലൈൻ്റ് ആയിരുന്നു. ഈ കാണുന്ന
അത് മാറ്റി നമ്മൾ വേറൊരു റിലേ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഓണാക്കി. അല്ല, പാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിലേ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അല്ലേ? ആ, ഇത് നോക്കാം. ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലേ, പുല്ല് നനയാനും ഈ മണ്ണ്, ഈ കാണുന്ന കല്ല് നനയാനുമായിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നേരത്തെ കൊടുത്തിരുന്ന സാധനമാണ്, കണ്ടില്ലേ, വൺ സൈഡാണ്. ഫുൾ ഓൺ ആയിട്ടുണ്ട്. ഇത് മൊത്തം ഈ കല്ല് നനയ്ക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്, കണ്ടില്ലേ. അത് ആദ്യത്തെ ഓണായിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഉള്ളത് ഈ ഒരു സാധനമാണ്. അതാണ് നന കിട്ടിയത്. അത് പോയല്ലേ. ഇത്ര ഏരിയ നനയുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. മൂന്നാമത്തെ ഓണാക്കിയുണ്ട്. എവിടെയാണെന്നാണ് ഇനി നോക്കേണ്ടത്. അവിടെ തന്നെ മൂന്നാമത്തെ സ്റ്റേഷൻ്റെ അപ്പുറത്ത് ഓണായിട്ടുണ്ട് കേട്ടോ. നമ്മളീ ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഈ സ്പ്രിങ്ക്ലറുകളുടെയൊക്കെ ഇതെല്ലാം മാറേണ്ടതാണ്. എല്ലാം അഴുക്കാണ് അല്ലേ, ഇതൊന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഓരോന്നായിട്ട് ചേഞ്ച് ചെയ്ത് മാറ്റണം. ഇവിടെ നമ്മൾ അടുത്ത സെക്ഷൻ ഓണാക്കിയിട്ടുണ്ടല്ലേ, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പൊസിഷൻസ് ഒന്നും കറക്റ്റ് അല്ല, മിക്കതും അടഞ്ഞൊക്കെ പോയിട്ടുണ്ട്. സ്ക്രീൻ ഫിൽറ്ററെല്ലാം മാറിയിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫിൽറ്ററുകളും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട് ടോപ്പിലുള്ള. ബാക്കിയെല്ലാം ഓക്കെയാണ് അല്ലേ. ഇതൊക്കെ മേളിലേക്ക് അടിക്കുവാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ സൈഡെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്, പാനലിൻ്റെ ഇതൊക്കെ. ഇനി ബാക്കി നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അഞ്ചാമത്തെ ഓണാക്കുവാണ് ആദ്യത്തെ. എത്രാമത്തെ? അഞ്ചാമത്തെ. ചെറുതായിട്ട് വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അല്ല, അതാകട്ടെ, ഓണാവട്ടെ, ലൈൻ വരട്ടെ. വെള്ളം നിറഞ്ഞ് വരണ്ടേ? ഇത്ര നാൾ വെള്ളമില്ലാതെ കിടന്നത്, വെള്ളമില്ലാതെ കിടന്നതാണ്. 2 സോളിനോട് വാൽവ് ഒരുമിച്ചാണ് കൊടുത്തേക്കുന്നത്. അത് പൊങ്ങും, അതൊക്കെ വെള്ളം നിറഞ്ഞ് വരുന്നേ ഉള്ളൂ. പൊങ്ങി വരുന്നതേ ഉള്ളൂ ഒരു ഏരിയയിൽ. അവിടെ ഒരു സ്ഥലത്ത് പൊങ്ങിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വരുന്നതിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെയുള്ള മെയിൻ്റനൻസ് ആണ് ഒരുപാട് പണിപ്പെടേണ്ടത്. അത് പയ്യെ വരുന്നുണ്ട് ഓരോന്നോരോന്ന്. ഇത് 360. 360 ഹാഫ് വെച്ചേക്കുവോ? അതിന് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയല്ലേ? ഈ ഏരിയയിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഇവിടുത്തെ എല്ലാം നമുക്ക് ഇതിൻ്റെ സാധനമെല്ലാം മാറണം. ഇവിടെ എല്ലാം മൂടിപ്പോയിരിക്കുകയാണ്. അല്ലേ, ഇതൊക്കെ 360 ഡിഗ്രി ആയിട്ട് ഇതെല്ലാം അടഞ്ഞു പോയി. ഒരെണ്ണം അഴിച്ച് മാറ്റി നോക്കുവാണ് കേട്ടോ. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അതിൻ്റെ ഫിൽറ്റർ കൂടി എടുത്താൽ എല്ലാം അടഞ്ഞിരിക്കുക. അതൊന്ന് ഓണായിക്കേ. നമ്മളൊരെണ്ണം മാറ്റിയിട്ട് നോക്കട്ടെ, ലൈനിന് പവർ ഉണ്ടാകുന്ന നോക്കാം.
വലിയ പവർ വരുന്നില്ല, ഒന്ന് ഓടി വരട്ടെ. അതെല്ലാം കൂടെ ഇതിൽ ലിങ്കല്ലേ ആ വലുത്. ഇതിന്റെ അടിയിൽ മറ്റേ ആ വലുതുണ്ട്, അത് കറങ്ങുന്നത്, അത് വന്നിട്ടില്ല. എവിടെ വെള്ളം പോകുന്നുണ്ടോ ഇനി? നനയാൻ വേണ്ടിയിട്ട് മാത്രം സ്പെഷ്യലായിട്ട് ചെയ്തേക്കുന്ന സാധനം കേട്ടോ ഇത്. ഇതുണ്ട പോരി പോരി എടുത്ത് വണ്ടിയൊക്കെ കുളിച്ച് ഉണ്ട്. ഇവിടെ മുഴുവൻ നനഞ്ഞിട്ടുണ്ട്. തണുത്ത് കിടക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെയ്തത് നന്നായിട്ട് തന്നെയാണ്. ഇവിടെ മെയിൻ്റനൻസ് കിട്ടാതെ വന്നതാണ് ഇനി പറ്റിയ പ്രശ്നം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നല്ല സൂപ്പറായിട്ട് നനയുന്നുണ്ട്. കണ്ടില്ല, ഇതിൻ്റെ മെയിൻ്റനൻസും കൂടെ അവർ കൊടുത്തിരുന്നെങ്കിൽ നല്ലൊരു വർക്കായിരുന്നു ഇത്. ഇതല്ലേ, നല്ല കിടിലൻ സാധനമാണ് അവർ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ല, ഫുൾ ഏരിയ നനയുന്ന രീതിയിലാണ് ഈ 360 എല്ലാം കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ വള്ളിച്ചിറയിലെ സൈറ്റിലെത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന റിലേ ആണ് പോയത്. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്ത് പുതിയ റിലേ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം നമ്മൾ ഇതിൻ്റെ എല്ലാ ഹെഡുകളും കാര്യങ്ങളും എല്ലാം മാറ്റി ഇന്ന് നമുക്ക് ഓടിക്കണം. എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഹെഡും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഫിൽറ്ററും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അവിടെ ഒരു പഴയ ഫിൽറ്റർ ഇരിപ്പുണ്ട്. അത് മാറ്റിയിട്ട് നമുക്ക് ഈ ഫിൽറ്റർ കയറ്റി കൊടുക്കണം. അപ്പം ഓരോ പണിയായിട്ട് നടക്കുവാണ്. ഇതെല്ലാം ഓടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ബാക്കി. അജിത്താണ് നമ്മുടെ ഇന്നത്തെ പണിക്ക് ലീഡ് ചെയ്യുന്നത്. സ്ക്രൂ ഡ്രൈവർ ഇല്ലാതെ വന്നേക്കുവാണ്. എന്നിട്ട് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. വിശാഖ അവിടെ നിന്ന് വരുന്നുണ്ട്. സ്ക്രൂ ഡ്രൈവറുമായിട്ട് വിശാഖ വരുന്നുണ്ട്. എല്ലാ പണി സാധനമായിട്ടാണ് വന്നേക്കുന്നതല്ലേ. കണ്ടില്ലേ, നമ്മുടെ ഇതിലൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബ്രേക്ക് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കല്ലിനകത്താണ്. വലിയ ടാസ്ക്കാണ്. ഇതിപ്പോൾ ഇനി പൊളിച്ച് മൊത്തത്തിൽ ഇറക്കണം. അതാണ് ഇവിടെ ഒരു സ്റ്റേഷൻ വർക്ക് ചെയ്യേണ്ടിരുന്നത്. വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. ഓഫ് ചെയ്യാൻ പോവാണ്. നോക്കാം. നമ്മൾ ബാക്കി സാധനമെല്ലാം സെറ്റ് ചെയ്ത് ഓണാക്കിയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഫിൽറ്ററുകളാണ് കേട്ടോ ഇത്. എല്ലാത്തിൻ്റെയും ഫുള്ള് നമ്മൾ ഹെഡും ഫിൽറ്ററുകളും മാറ്റുവാണ്. എല്ലാ സാധനവും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഈ 360 നോസിലൊക്കെ പോയിരിക്കും. അത് മാറുവാണ് കേട്ടോ. അതും ഈ സൈഡിലെ മാറാൻ പോവാണ്. അപ്പോൾ അവനെ ഓഫ് ചെയ്യാൻ പോയിട്ടുണ്ട് അവിടെ. ഇതിലിങ്ങനെ പിടിച്ചില്ലെങ്കിൽ ഇവന്മാർ താഴത്തേക്ക് പോവും. അപ്പം നമ്മളത് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പം അത് അവിടെ അജിത്തും മാറ്റുന്നുണ്ട്. സ്ലോ ആയിട്ടുണ്ട് സാധനം. ഇനിയിപ്പോൾ നമ്മൾ തന്നെ മാറ്റാൻ പോകണം. കൈ വിട്ടാൽ താഴത്തോട്ട് പോകും, പിന്നെ അവനെ കിട്ടത്തില്ല. അതിപ്പോൾ നമ്മളത് മാറ്റി വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ മാത്രം കിട്ടുന്ന രീതിയിൽ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സാധനം. ഇത് കണ്ടില്ലേ, സൂപ്പർ വർക്കിംഗ് ആണിത്. അപ്പോൾ ഇത് ഫസ്റ്റ് സെക്ഷനാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മളത് ഫസ്റ്റ് 360 നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിനെ ഈ കല്ല് നനയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വെച്ചേക്കുന്നത്. ഇവിടെ ഈ കല്ലും കാര്യങ്ങളും എല്ലാം നനഞ്ഞ് കിടക്കാനൊക്കെ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോരോ ഹെഡായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. ഇതുണ്ടല്ലേ, ഫുള്ള് നമുക്കിത് അഴുക്കാണ് ഇതിനകത്ത്. ഇങ്ങനെ അഴുക്കായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫിൽറ്ററുകളും ഹെഡുകളും എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. കണ്ടില്ലേ, ഇത്രയും സാധനം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഫുള്ള് മാറ്റാനുണ്ട്. ഈ സൈഡ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഈ സൈഡ് മുഴുവൻ പുതിയത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് വരെ ഫുള്ളായിട്ട് ആ സെക്ഷൻ മൊത്തം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സെക്ഷനെല്ലാം നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെക്ഷനെല്ലാം നമ്മളിത് ഇപ്പോൾ സാധനം ഫിൽറ്ററും അതിൻ്റെ എല്ലാം മാറി എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതല്ലേ, അതിൻ്റെ എല്ലാം ഒടിഞ്ഞിരിക്കുകയാണ് സാധനമൊക്കെ. നമ്മൾ പുതിയതിടുവാണ് ഈ സെക്ഷൻ. ഇനി ഈ സെക്ഷൻ ഫുള്ള് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ഈ സെക്ഷനിലെല്ലാം ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട്. കുറേയൊക്കെ വർക്ക് ചെയ്യാതെ കാരണം എല്ലാം മൂടിയൊക്കെ ഇരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഫുള്ള് ഇങ്ങനെ മൂടി അവസ്ഥയിലാണ് ഇരിക്കുന്നത്.
അപ്പോൾ അതിനെല്ലാം നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുകയാണ്. വേണ്ട ഈ ഫുൾ ഏരിയയിൽ സെറ്റാക്കി എടുക്കണം. ഇതല്ല പൊട്ടി എല്ലാം പാളീസായി പോയിരിക്കുകയാണ്. ഈ സാധനമെല്ലാം നമ്മൾ മാറ്റുവാണ്. അതായത് നമ്മൾ അടുത്ത സെക്ഷൻ കറക്റ്റ് ചെയ്തിട്ട് ഓണാക്കിയിട്ടുണ്ട്. ഈ സെക്ഷനെല്ലാം നല്ലപോലെ തന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കല്ലും കൂടെ നനയുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ചെടികൾക്കൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഫുള്ളായിട്ട് ഇത് കൊടുക്കണം. അപ്പോൾ അതേ ഫുള്ളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മാറിക്കോ, മാറാനുള്ളതെല്ലാം മാറും അല്ലേ. ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു മുട്ടൻ പണിയുണ്ട്. അത് പൊളിച്ച് ഈ കട്ട എടുത്താലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഏരിയയിൽ പൈപ്പ് എന്തോ പൊട്ടുകയോ എന്തോ ഒട്ടിക്കാൻ വിട്ടുപോവുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ കട്ട പൊളിച്ച് ഓരോന്നായിട്ട് എടുത്ത് മാറ്റിയാലേ സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ആ കല്ല് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ കുഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ സാധനം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഒട്ടിക്കാനാണെങ്കിലും എല്ലാ പരിപാടിയും നോക്കാം. അജിത്തിന് നാണമാണ് ഭയങ്കര. ഇത് എന്തെങ്കിലുമൊക്കെ പറയത്ത് എന്നാ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എന്താ ഇവിടെ? അവിടെ പൈപ്പ് പൊട്ടി. അപ്പൊ നമ്മളത് സെറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഭായിമാരാണ് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പം നമ്മൾ ചെറിയ പരിപാടിയായിട്ട് തുടങ്ങിയതാണ്. ചെറിയ പരിപാടിയിൽ നിന്നില്ല. ഇത് ഇത്രയും വലിയ ട്രെഞ്ച് എടുക്കേണ്ടി വന്നു. ഇത് ഇരുന്ന് പോയതാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ് കേട്ടോ. ഇത് നമ്മളിതിപ്പം ഫൈനലി അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണല്ലേ ഈ കാണുന്ന ടീയും സാധനമെല്ലാം ബ്രേക്കാണ്. അതാണ് ഇവിടെ വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത്. ഈ സെക്ഷൻ ഫുള്ള് പോകുന്നത് ഇതിലാണ്. അപ്പോൾ അത് മുഴുവൻ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുവാണ്. ഈ സൈഡിൽ കൂടെ വെള്ളം ചാടുമായിരുന്നു. അപ്പോൾ നമ്മളത് ട്രെഞ്ചെല്ലാം ചെയ്ത് കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ബാക്കി അതിൻ്റെ ഒട്ടിക്കൽ പരിപാടിയിലേക്ക് കിടക്കാം. ഇതേ വർക്ക് നമ്മൾ ലേറ്റായി ഇതിപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതേ ഫിൽറ്ററും ഒരു NRVയും കൂടെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് വർക്കാണ്. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് വേണം നമുക്കിനി തിരിച്ച് പോകാനായിട്ട്. നാളെ ഒന്നും നമുക്ക് അടുത്ത സൈറ്റുകളിൽ പോകാനുള്ളതുകൊണ്ട് ടൈമില്ല നാളത്തേക്ക് വെക്കാൻ. അപ്പോൾ ഇത് തീർത്തിട്ട് പോയേക്കാന്നുള്ള സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. വർക്കുകളും ചെയ്ത ഞങ്ങളുടെ കോട്ടയം വിങ്ങിൻ്റെ ക്യാപ്റ്റൻ അജിത്തിൻ്റെ നമ്പർ വേണേൽ കൊടുത്തേക്കാം. രാത്രി ആരും വിളിക്കില്ലേ.